അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ നമ്മുടെ മുസന്നിഫ സ്വാലിഹ ആബിദ് ഹുസൈനെ പരിചയപ്പെടാം. 1913 से 1988 तक 1913 മുതൽ 1988 വരെയാണ് അവരുടെ ജീവിതകാലം. സ്വാലിഹ ആബിദ് ഹുസൈൻ का असली नाम മിസ്ദാഖ് ഫാത്തിമ था. അവരുടെ യഥാർത്ഥ നാമം മിസ്ദാഖ് ഫാത്തിമ എന്നാണ്. വ ഹാലി ഖാനൂദെ से ताल्लुक़ रखती थी. ഹാലിയുടെ അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കുടുംബം അതിനോടാണ് അവരുടെ നിസ്ബ ചേരുന്നത്. ഉൻകി पैदाइश പാനിപത്ത് में हुई. പാനിപത്തിലാണ് ജനനം. ഖാജ ഗുലാം സഖലൈൻ की സാഹിബ്സാദി थी. ഖാജ ഗുലാം സഖലൈൻ എന്നവരുടെ മകളായിരുന്നു. ലിഖ്നെ പഠ്നെ കാ ഷൗഖ് ഉन्हें बचपन ही से था. ചെറുപ്പത്തിലെ ഈ പഠനത്തോട് വായിക്കാനും പഠിക്കാനും എഴുതാനും വല്ലാത്ത താല്പര്യമായിരുന്നു. മഷ്ഹൂർ മുസന്നിഫ് ഫൽസഫി और माहिर तालीम डॉक्टर आबिद हुसैन से शादी के बाद. പ്രസിദ്ധ എഴുത്തുകാരൻ ചിന്തകൻ ഡോക്ടർ ആബിദ് ഹുസൈൻ എന്നവരോട് കല്യാണം കഴിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഉൻകെ തസ്നീഫ് और തഅലീഫ് के शौक़ में मज़ीद इजाफ़ा हुआ. അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചതോടുകൂടെ അവർക്ക് ഇങ്ങനെ എഴുത്തിലൂടെ വളരാൻ ഒന്നുകൂടെ താല്പര്യമായി. वो बुनियादी तौर पर एक नॉवल नवीस और अफसाना निगार थी. അടിസ്ഥാനികമായിട്ട് അവർ ഒരു നോവൽ എഴുത്തുകാരി അതുപോലെ ചെറുകഥാകൃത്ത് എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. उन्होंने अपने नॉवलों अफसानों और ड्रामों के ज़रिए इंसानी और तहज़ीबी क़दरों को आम किया. അവർ തൻ്റെ നോവലി അഫ്സാന ചെറുകഥ ഡ്രാമകളിലൂടെ മനുഷ്യത്വം അതുപോലെ സാംസ്കാരിക മൂല്യങ്ങളെ ജനങ്ങൾക്കിടയിൽ പരത്തുകയാണ് ചെയ്തത്. और औरतों के मसाइल और समाजी ख़राबियों की इस्लाह की तरफ तवज्जुह दी. അതുപോലെ തന്നെ സ്ത്രീ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ സാമൂഹികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ അതിനെ നവോത്ഥാനം നടത്തുന്നതിലേക്ക് ആ മഹദി പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഹുക്കൂമത്തെ ഹിന്ദിനെ ഉൻകോ പത്മശ്രീ കാ എഴ്സാസ് അതാ കിയ. പത്മശ്രീ അവാർഡ് നൽകി ബഹുമതി നൽകിയിട്ടുണ്ട്. കൈ സൂബായി അക്കാദമിയോനെ ഭി ഉന്നെ ഇൻആം ദിയെ. കുറേ മറ്റു പല ജില്ലകളിലുള്ള പല അക്കാഡമികളും അവർക്ക് മഹദിക്ക് പ്രത്യേക അവാർഡുകൾ നൽകിയിട്ടുണ്ട്. उनके नॉवलों में अज़रा, आतिश खामोश, क़तरे से गुहर होने तक, यादों के चिराग और अपनी अपनी सलीब ख़ास तौर पर काबिल ज़िक्र है. ഇപ്പറഞ്ഞ ഈ കൃതികളൊക്കെയാണ് നോവലുകളിൽ നിന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശനാർഹമായ ചില കൃതികൾ. അഫ്സാനവി का 4 मजमूए शाये हो चुके हैं. അവരുടെ ചെറുകഥകളുടെ 4 മജ്മുഅകൾ 4 സമാഹാരങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. वो एक सफ़रनामा निगार के हैसियत से भी मशहूर है. ഒരു സഫർനാമ നിഗാർ അഥവാ ഒരു ചെറുകഥാകൃത്ത്, ഒരു യാത്രാക്കുറിപ്പ് എഴുതുന്നവർ എന്ന രീതിയിലും അറിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അതിൽ നിന്ന് അറിയപ്പെട്ട ഒന്നാണ് ദിയാറെ ഹബീബ്. ദിയാറെ ഹബീബ് എന്നത് മക്ക കണ്ട് മദീനയിലേക്കും മദീനയിലേക്കും പോകുവാനുള്ള അവരുടെ ആഗ്രഹം, അങ്ങോട്ടുള്ള ആ ഹജ്ജ് യാത്രയാണ് ഒരു യാത്രാ വിവരണമായിട്ട് ദിയാറെ ഹബീബ്, ഹബീബിൻ്റെ നാട്ടിലേക്ക് എന്നുള്ള പേരിൽ അവർ ഒരു യാത്രാക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ രസകരം,
അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഹജ്ജിന് ഒരു പാവപ്പെട്ട ആൾ ഹജ്ജിന് പോകാൻ വേണ്ടി കൊതിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിലൂടെ മഹദി, സ്വാലിഹ ആബിദ് ഹുസൈൻ അങ്ങനെ പലതും അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ യാത്രാ വിവരണത്തിലൂടെ ഇടയിലൂടെ വരുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് പാഠത്തിലേക്ക് കടക്കാം. ദിയാറെ ഹബീബ്, ഹബീബിൻ്റെ നാട്. ദിയാറെ ഹബീബ് में हाज़री और हज की तमन्ना हर मुसलमान के दिल की आरज़ू होती है. नहीं जानती कितनी कम सिन्नी से मेरे दिल में ये ख्वाहिश पल रही थी, मगर जब वहाँ के हुजूम और सफ़र की घुटनाइयों का तज़किरा सुनती तो सोचा करती कि मैं हज के बजाय उम्रा करूँगी. मुझे हज और उम्रा के अरकान का फ़र्क भी मालूम न था, सिर्फ ज़माने का फ़र्क समझती थी. जब भाभी जान 1960 या 1961 में हज के लिए गईं तो और ज़्यादा शिद्दत से अपनी महरूमी का एहसास हुआ. जब 1962 में छोटे भाईजान के साथ ज़ियारत के लिए गई, तब मैंने उनसे कहा कि साथ साथ मदीना मुनव्वरा और मक्का मुअज़्ज़मा की भी ज़ियारत कर लें, मगर ये मुमकिन न हो सका और मैं दिल मार कर रह गई. आबिद साहिब अक्सर मेरे मुँह से इस ख्वाहिश को सुनते मगर खामोश रहते या इंशाअल्लाह कहकर तसल्ली देते, मगर जब तक वहाँ से बुलावा न आए कैसे जाया जा सकता है. लब्बैक लब्बैक कहते हुए हाजी या ज़ाइर वहाँ जाता है, इसका मतलब ही ये हुआ ना कि पुकारा जा रहा है और वो सिद्क़े दिल से हाजिर होने का ऐलान कर रहा है. അപ്പം വിശദീകരണം നോക്കൂ. ദിയാറെ ഹബീബ് മെ ഹാസിരി, ഹബീബിൻ്റെ നാട്ടിൽ, പ്രവാചകരുടെ നാട്ടിൽ ഒന്ന് ആസന്നനാവുക. അവർ ഹജ്ജ് കി തമന്ന, ഹജ്ജ് ചെയ്യുക എന്ന ആഗ്രഹവും ഹർ മുസൽമാൻ കെ ദിൽ കി ആർജു ഹെ, ഏതൊരു മുസൽമാൻ്റെയും ഹൃദയത്തിലെ ആഗ്രഹമാണത്. നഹി ജാൻതി കിത്നി കം സിന്നി സെ മേരെ ദിൽ മെ യെ ഖ്വാഹിഷ് പൽ രഹി ഹെ, എനിക്കറിയില്ല കിത്നി കം സിന്നി സെ, എത്ര ചെറുപ്രായം മുതൽക്ക് മേരെ ദിൽ മെ, എൻ്റെ ഹൃദയത്തിൽ യെ ഖ്വാഹിഷ് പൽ രഹി ഹെ, ഈ ഒരു ആഗ്രഹം വളർന്നു വരുന്നുണ്ട് എന്നെനിക്കറിയില്ല. മഗർ ജബ് വഹാ കെ ഹുജൂം ഓർ സഫർ കി ഘുട്നായിയോ കാ തസ്കിറ സുൻതി തോ, പക്ഷേ അവിടുത്തെ ആ മക്കയിലെ ആ ഹറമിലെ ഈ ഒരു ഹറമുകളിലെയും ഹുജൂം ജനക്കൂട്ടവും അല്ലെങ്കിൽ ജനത്തിരക്കും ഓർ സഫർ കി ഘുട്നായിയോ കാ തസ്കിറ, അവിടേക്കുള്ള യാത്രയുടെ പ്രയാസങ്ങളും, ഘുട്നായി എന്ന് പറഞ്ഞാൽ പരേഷാനിയ എന്നാണ് അർത്ഥം, ദുഷ്വാരിയ, അങ്ങോട്ടുള്ള യാത്രയിലെ പ്രയാസങ്ങളും തസ്കിറ, ആ അങ്ങോട്ടുള്ള യാത്രയുടെ പ്രയാസങ്ങളെക്കുറിച്ചുള്ള തസ്കിറ സുൻതീത്തോ, അത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഓർമ്മകൾ കേൾക്കുമ്പോൾ സോച്ചാ കർത്തി, ഞാൻ ചിന്തിക്കുമായിരുന്നു, കെ മൈ ഹജ് കെ ബജായ ഉംറ കരുങ്കി, ഞാൻ ഹജ്ജിന് പകരം ഞാൻ ഉംറ നടത്തുമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. ഹജ്ജിന് പകരം ഉംറ നടത്താം, ഉംറ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അങ്ങനെ വിചാരിക്കാനുള്ള കാരണം മുझे ഹജ്ജ് और ഉംറ के അർക്കാൻ का ഫറഖ് भी മാലൂം न था, എനിക്ക് ഞാനങ്ങനെ വിചാരിക്കുമ്പോൾ ഹജ്ജ് എന്ത് ഉംറ എന്ത് അതിനിടയിലുള്ള വ്യത്യാസം എന്ത് എന്ന് പോലും എനിക്കറിയുമായിരുന്നില്ല. സിർഫ് സമാനെ കാ ഫറഖ് സമജ്തി തി, എനിക്ക് അതിനിടയിലുള്ള കാലവ്യത്യാസം മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ജബ് ബാബി ജാൻ, എപ്പോഴാണോ എൻ്റെ എപ്പോഴാണോ എൻ്റെ നാത്തൂന്, ബാബിജാൻ എന്ന് പറഞ്ഞ നാത്തൂന്, ഭാബി
ജാൻ എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിന് പറഞ്ഞാണ്. എൻ്റെ നാത്തൂന് 1961 1960 70 മേ ഹജ്ജ് കെ ലിയെ ഗയി, ഹജ്ജിന് പോയപ്പോൾ തോ ഓർ സിയാദ ഷിദ്ദത്ത് സെ, ഒന്നുകൂടെ ശക്തമായ ശക്തിയോടുകൂടെ അപ്നി മഹ്റൂമി കാ എഹ്സാസ് ഹുവ, തൻ്റെ ആ ഒരു അപ്നി മഹ്റൂമി കാ എഹ്സാസ് ഹുവ, തനിക്ക് ആ ഒരു കാഴ്ച ഹനിക്കപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടു. जब 1962 में छोटे भाई जान के साथ ज़ियारत के लिए गई, 1962 എൻ്റെ ചെറിയ സഹോദരൻ്റെ കൂടെ സിയാറത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും സിയാറത്തിന് വേണ്ടിയിട്ട് മക്ബറുകളിലെ സിയാറത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ തബ് മൈനെ ഉൻസെ കഹ, ഞാൻ അവരോട് പറഞ്ഞു കെ സാത്ത് സാത്ത് മദീന മുനവ്വറ ഓർ മക്ക മുഅസ്സമ ഭി സിയാറത്ത് കർ ലേ, കൂട്ടത്തിൽ ഏതായാലും നമ്മൾ സിയാറത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണല്ലോ, അപ്പോൾ മക്കയും മദീനയൊക്കെ സിയാറത്ത് ചെയ്ത് പോന്നാലോ. പക്ഷേ മഗറിയെ മുംകിൻ ന ഹോ സക്ക, പക്ഷേ അന്നേരം അതിന് സാധിച്ചതുമില്ല. ഓർ ദിൽ മാർക്കർ രഹുകയി, ഞാൻ ദിൽ മാർന എന്ന് പറഞ്ഞാൽ ആഗ്രഹം പിടിച്ചു വെക്കുക, ആഗ്രഹം അടക്കി വെക്കുക എന്നാണ് അർത്ഥം. ഞാൻ എൻ്റെ ആഗ്രഹം അടക്കി പിടിച്ചു വെച്ചു. ദിൽ മാർന എന്ന് പറഞ്ഞാൽ ആഗ്രഹം അടക്കി വെക്കുക, ആഗ്രഹം അടക്കി വെച്ചു. ആബിദ് സാഹിബ് അക്സർ മേരെ മുഹ്സെ ഇസ് ഖ്വാഹിഷ് കോ സുൻതെ, ആബിദ് സാഹിബ് അധികവും അല്ലെങ്കിൽ പലതവണ എൻ്റെ അടുത്തുനിന്ന് ഈ ഒരു ആഗ്രഹം കേൾക്കുമായിരുന്നു. മഗർ ഖാമോഷ് രഹത്തെ, അപ്പോഴെല്ലാം മിണ്ടാതിരിക്കുകയും യാ ഇൻഷാ അല്ലാ കെഹ്കർ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് തസല്ലി ദേത്തെ, എനിക്ക് സാന്ത്വനം നൽകുമായിരുന്നു. മഗർ ജബ് തക് വഹാൻ സെ ബുലാവ നായ, പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടെന്താ, അവിടുന്ന് ആ മക്കയിൽ നിന്ന് അല്ലെങ്കിൽ ആ കഅബയിൽ നിന്ന് ബുലാവാന ആയ ഒരു വിളിയാളം വരാതെ, ഒരു വിളി വരാതെ, ബുലാവ ഒരു വിളി വരാതെ കൈസേ ജായാ ജാ സക്താ ഹെ, എങ്ങനെയാണ് ആ കഅബയിൽ നിന്നുള്ളൊരു വിളി ആ ഹൃദയത്തിൽ നിന്നാണ് വരണം. ആ കഅബ വിളിക്കുന്നു എന്നുള്ള ആ വിളി ഹൃദയത്തിൽ നിന്നാണ് വരണം. ആ ഒരു വിളി വരാതെ എങ്ങനെയാണ് അങ്ങോട്ട് പോകാൻ സാധിക്കുക? ലബ്ബൈക്ക് ലബ്ബൈക്ക് കെഹ്തേ ഹുയേ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹാജി യാ സായിർ വഹാ ജാത്താ ഹെ, ഹാജിമാരും മറ്റു സന്ദർശകരും അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്കാ മത്ലബ് ഹി യേ ഹുവാന, ഇതിൻ്റെ ഉദ്ദേശം, അവർ പറയുന്ന ഈ ലബ്ബൈക്ക് എന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതല്ലേ. യേ ഹുവാന, ഇതൊരു സംസാര ഭാഷയാണ്, ഇതല്ലേ എന്ത് കെ പുക്കാറാ ജാ രഹാ ഹെ, ഇതാ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുക്കാറാ ജാ രഹാ ഹെ, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ പുക്കാറാ ജാ രഹാ ഹെ ഓർ വോ സിദ്ഖെ ദിൽ സെ, സത്യസന്ധമായ ഹൃദയത്തോടുകൂടെ ഹാസിർ ഹോനെ കാ ഇലാൻ കർ രഹാ ഹെ, ഞാനിവിടെ ഇതാ എത്തിയിരിക്കുന്നു, ആസന്നനായിരിക്കുന്നു, ഞാനിതാ കഅബയുടെ അടുത്തുനിന്ന് ആസന്നനായിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുകയല്ലേ. അഥവാ കഅബ എന്ത് ചെയ്യുകയാണ്? പുക്കാറാ ജാ രഹാ ഹെ, എല്ലാ മുഅ്മിനീങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കഅബയിലേക്ക് വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഓർ ഓ, അങ്ങനെ ആ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു? സിദ്ഖ് ദിൽ സെ, ആത്മാർത്ഥമായ മനസ്സോടുകൂടെ, സത്യസന്ധമായ മനസ്സോടുകൂടെ ഹാസിർ ഹോനേക്ക ഇലാൻ കർ രഹാ ഹെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഞാനിവിടെ ആസന്നനായിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കഅബയോട് തിരിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. 1968 में आबिद साहिब अमेरिका, यूरोप और एशिया के बहुत से ममालिक का सफ़र इस्लाम एंड द मॉडर्न एज सोसाइटी के सिलसिले में करने गए थे. वापस आने के बाद अक्टूबर में उनका ऑपरेशन हुआ. उनका इरादा उसके बाद मलेशिया और इंडोनेशिया वगैरह जाने का भी था. उनकी सेहत याबी के बाद मैंने उनसे कहा, आप हर जगह गए, मैं राज़ी हो गई, मगर अब आप मुझे हज करा के
लाइए कि हज बग़ैर मुहरिम के हो नहीं सकता। मेरे दोनों भाई बीमार हैं और मसरूफ़ भी। बाप नहीं, बेटा नहीं, आपके सिवा कौन है? और ये बात पहले भी कही थी बारहा, मगर कोई वक्त ऐसा होता है कि उस वक्त की गई ख्वाहिश फ़ौरन ही पूरी हो जाती है। ആബിദ് സാഹിബ് റാസി ഹോ ഗയേ. അങ്ങനെ പല തവണയായിട്ട് ആബിദ് ഹുസൈൻ തൻ്റെ ഭർത്താവിനോട് തൻ്റെ ആഗ്രഹങ്ങളിങ്ങനെ ഉണർത്തിയിരുന്നെങ്കിലും തൻ്റെ ആഗ്രഹം അത് ഈ സമയം അത്രയും പൂർത്തീകരിച്ചിരുന്നില്ല. പക്ഷേ തൻ്റെ ആഗ്രഹം തൻ്റെ ഭർത്താവ് കേൾക്കാൻ ഒരുങ്ങുകയാണ്. ആ ഒരു രംഗമാണ് ഇനി വിശദീകരിക്കുന്നത്. 1968 ആബിദ് സാഹിബ് തൻ്റെ ഭർത്താവ് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ ബഹുസെ മമാലിക്, ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങളിലേക്കുമുള്ള സഫർ, അങ്ങോട്ടുള്ള യാത്ര, ഇസ്ലാം ആൻഡ് ദി മോഡേൺ ഏജ് സൊസൈറ്റി കെ സിൽസിലെ ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി എന്നുള്ള ആ സംഘടനയോട് അനുബന്ധമായിട്ട് കർണേഗയെ യാത്ര, അതിനോടനുബന്ധമായി അല്ലെങ്കിൽ ആ സംഘടനയെ തുടർന്ന് യാത്ര ചെയ്തു. അമേരിക്ക, ഏഷ്യയിലെ യൂറോപ്പിലേക്കും ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങളിലേക്കുമുള്ള യാത്ര അദ്ദേഹം നടത്തി. അതിനെ തുടർന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിന്നാണ് ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സാധിച്ചു. വാപ്പസ് ആനയ്ക്ക് ബാദ്, അങ്ങനെ തിരിച്ചു വന്ന ശേഷം ഒക്ടോബറിൽ ഒക്ടോബറിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനായി. ഉൻകാ ഇറാദ ഉസ്കെ ബാദ് മലേഷ്യ और ഇന്തോനേഷ്യ വഗേറ ജാനെ കാ ഭി താ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് കഴിഞ്ഞിട്ട് മലേഷ്യ, ഇന്തോനേഷ്യ ഈ രാജ്യങ്ങൾ കൂടെ പോകണമെന്നായിരുന്നു. ഉൻകി സെഹത് യാബിക്കെ ബാദ്, അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യം ലഭിച്ചതിന് ശേഷം, സെഹത് യാബി ആരോഗ്യം നേടിയ ശേഷം, മൈനെ ഉൻസെ കഹ, ഞാൻ അവരോട് പറഞ്ഞു, ആപ്പ് ഹർ ജഗാകെ, നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്, ലോകത്തിലെ എല്ലാ സ്ഥലത്തും നിങ്ങളിങ്ങനെ യാത്ര പോകുന്നുണ്ട്. മൈ റാസി ഹോ ഗയി, അതിലൊക്കെ ഞാൻ തൃപ്തിയാവുകയും ചെയ്തു. മഗർ ആപ്പ് മുझे ഹജ്ജ് കർക്കെ ലായിയെ, ഇപ്പോഴെന്നെ ഹജ്ജിന് കൊണ്ടുവരൂ, ഹജ്ജ് ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ടുവരൂ. കെ ഹജ്ജ് ബഗൈർ മുഹരിം കെ ഹോ നഹി സക്ത, ഹജ്ജ് ഇഹ്റാം ചെയ്തവനല്ലാതെ ഹജ്ജ് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അപ്പം ഹജ്ജിനായിട്ട് വേറെ തന്നെ പോകണം. ആ വേറെ പോണ പോക്കിൽ ആയിക്കൂടെ എങ്ങനെ കയറുമ്പോൾ ഹജ്ജ് ചെയ്ത് വരാറുന്ന സംഗതികളൊന്നും ചുളിവുകളൊന്നും നടക്കൂലല്ലോ. ഓർ മേരെ ദോനോ ഭായി ബീമാർ ഹേ, എൻ്റെ 2 സഹോദരങ്ങളും, നിങ്ങൾക്കറിയാലോ എൻ്റെ 2 സഹോദരങ്ങൾ അവർ രോഗികളാണ്. ഓർ മസ്റൂഫ് ബി, അവർ വളരെ മസ്റൂഫ് ബി എന്ന് പറഞ്ഞാൽ ഒഴിവില്ലാത്തവരാണ്. അവർക്ക് എന്നെ കൊണ്ടുപോകാൻ ഒഴിവില്ലാത്തവരാണ്. മസ്റൂഫ് എന്ന് പറഞ്ഞാൽ മേ മസ്റൂഫ് ഹോ, ഞാൻ ബിസിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ബാപ്പ് നഹി, എനിക്കാണെങ്കിൽ ഉപ്പല്ല, ബേട്ടാ നഹി, മക്കളില്ല, ആപ്കെ സിവാ കോൻ ഹെ, നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്. ഏ ബാത് പെഹലെ ഭി കഹി തി, ഈ സംസാരം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ബാർഹ, പലതവണ. ബാർഹ എന്ന് പറഞ്ഞാൽ പലതവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഗർ കോയി വക്ത് ഐസാ ഹോത്താ ഹെ, പക്ഷേ ചില സമയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമല്ലോ. കെ ഉസ് വക്ത് കീ ഗയി ഖ്വാഹിഷ് ഫൗറൻ ഹി പൂരി ഹോ ജാത്തി ഹെ, ആ സമയം ആഗ്രഹിച്ചത് അതെന്താകും, ചില സമയം ഇങ്ങനെ ഉണ്ടാകും, ആ സമയത്ത് ആഗ്രഹിച്ചത് എന്താകും, പെട്ടെന്ന് പൂർത്തിയാവുകയും ചെയ്യും. മഗർ കോയി വക്ത് ഐസാ ഹോത്തായ, ചില സമയങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. എങ്ങനെ? ഉസ് വക്ത് കീ ഗയി ഖ്വാഹിഷ്, ആ സമയത്ത് വല്ലതും ആഗ്രഹിച്ചോ, ഫൗറൻ പൂരി ഹോ ജാത്തി ഹെ, അത് പെട്ടെന്ന് തന്നെ സഫലമാവുകയും ചെയ്യും. ആബിദ് സാഹിബ് റാസി ഹോ ഗേ, അങ്ങനെ എന്തായി, ആബിദ് സാഹിബ് എന്നെ ഹജ്ജിന് കൊണ്ടുപോകാൻ
തൃപ്തനാവുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്നതും ടിക്കറ്റ് എടുക്കുന്നതും പിന്നെ പോണതും അവിടെ പോയിട്ട് കാണുന്നതും ആ കാണുന്ന രംഗങ്ങളൊക്കെ നല്ല രസകരമായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ പോകുകയാണ്. അടുത്ത ക്ലാസ്സിലാവാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.